അത് പലരും ആലോചിക്കുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഇതേവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നൊരു കാര്യമായിരിക്കും. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. യെസ്, ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. പാർട്ടി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്ന കാര്യമാണ് പ്രധാനമായും പറയുന്നത്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമുക്ക് ഓർത്തെടുക്കാനാവും, കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കെ തന്നെ ഈ ഒരു ചോദ്യം ഉയർന്നതാണ് ഈ ടേം വ്യവസ്ഥ സംബന്ധിച്ച്. അത് എന്തൊരു CPM ഈ ടേം വ്യവസ്ഥ ഇത്ര കർശനമായി കൊണ്ടുവരുന്നു, അപ്പോൾ പുതിയ ആളുകൾ വരട്ടെ, അവർക്കുള്ള അവസരം എന്നതൊക്കെയാണ് അന്ന് പറഞ്ഞ ന്യായം. പിണറായി വിജയനും അടുത്ത തവണ ഇത് ബാധകമാകുമെന്ന് അദ്ദേഹം ഇതിന് മറുപടി പറയവേ എന്ന് പറഞ്ഞതാണ്. പക്ഷേ സാഹചര്യം മാറി. ഇത്തവണ പിണറായി തന്നെ മത്സരിക്കട്ടെ എന്ന ആലോചനയിലേക്ക് വരുന്നതിൻ്റെ കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയാണോ CPM അങ്ങനെ ചിന്തിപ്പിക്കുന്നത്, അതോ മറ്റൊരു നേതാവ് ഇല്ലാത്തത് കൊണ്ടാണ്? സജിത്ത്, ഏതാണ്ട് 3 ആഴ്ച മുമ്പ് വരെ ഇത്തരമൊരു ചർച്ച പോലും ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം പിണറായി വിജയൻ തന്നെ CPM നയിക്കുമെന്ന് ഉറപ്പായിരുന്നു. പിണറായി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ അന്ന് CPMന് മുന്നിൽ ആരും പറയില്ല. കാരണം അതിശക്തമായി തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നു, രാഷ്ട്രീയമായി മികച്ച നിലയിലാണ്, മുന്നണി ബന്ധങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. അതൊക്കെയായിരുന്നു ഇടതുമുന്നണിയിലെ സാഹചര്യം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആ സാഹചര്യത്തെ കീഴ്മേൽ മറിച്ചു എന്ന് വേണം പറയാൻ. വളരെ കൃത്യമായി ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംശയം പോലും ഉയർന്നു വന്നു. CPM നേതാക്കൾ പലരും അത് പരോക്ഷമായി അല്ലെങ്കിൽ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ മാത്രം പറയുന്നതാണെങ്കിൽ CPI നേതൃയോഗങ്ങളിൽ അത് ശക്തമായ ആവശ്യമായി തന്നെ ഉയർന്നു വന്നു. ഒന്നുകിൽ മുഖ്യമന്ത്രി ശൈലി മാറ്റണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം, അതുമല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ മാറി നിൽക്കണം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് പിണറായി വിജയനാണ് എന്ന തരത്തിലുള്ള വിമർശനം പോലും CPIയുടെ നേതൃയോഗങ്ങൾ ഉയർന്നു വന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ CPM ഒന്നുകൂടി നിലപാട് വ്യക്തമാക്കുന്നത്. പിണറായി തന്നെ ഇടതുമുന്നണിയെ നയിക്കും, അതിലൊരു മാറ്റവുമില്ല. പിണറായി വിജയൻ നേരത്തെ പറഞ്ഞതാണ് പാർട്ടി തീരുമാനിക്കും. ഇന്ന് അദ്ദേഹം അത് ആവർത്തിച്ചു, പാർട്ടി തന്നെ തീരുമാനിക്കും, അതിനപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങളുടെ സംഘടനാ രീതി നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ CPM തീരുമാനമെടുത്തു കഴിഞ്ഞു. പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പിൽ നയിക്കും, മറ്റുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കും, മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രം തീരുമാനിക്കപ്പെടും. അതായത് ഭരണത്തിലേക്ക് വന്നാൽ തീർച്ചയായും പിണറായി തന്നെയാകാം മുഖ്യമന്ത്രിയാവരിക. ചുരുങ്ങിയൊരു ടൈമിലേക്കെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് CPM കൊണ്ടുവരും. അതൊരു റെക്കോർഡ് കൂടിയാണ്. ആ ഒരു ലക്ഷ്യം കൂടി ഒരുപക്ഷെ CPM ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെയല്ല, തിരിച്ചടി ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി എത്താൻ സാധ്യത കുറവാണ്. എങ്കിലും തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കാൻ പോകുന്ന പിണറായി തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിൽ തന്നെ വീണ്ടും മത്സരിക്കും. അദ്ദേഹം വളരെ ശക്തമായ മണ്ഡലത്തിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ഏതായാലും അത്തരമൊരു ചർച്ച തന്നെ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി വരുമ്പോൾ തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരമനുസരിച്ച് CPMന് മുന്നിൽ പിണറായി വിജയൻ എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കാനില്ല. അത് പിണറായി വിജയൻ തന്നെയാകും. കേന്ദ്ര നേതൃത്വം അക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി തന്നെ നയിക്കും, അദ്ദേഹം ധർമ്മടത്ത് മത്സരിക്കും. പക്ഷേ ഈ CPI പോലുള്ള എതിർപ്പ്, CPI പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന നേതാക്കളാരും ഇന്ന് അല്പസമയത്ത് ബ്യൂറോ വിഷയത്തിൻ്റെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. നേതാക്കളാരും അത് തുറന്നു പറയാൻ തയ്യാറായേക്കില്ല. പക്ഷേ CPI അങ്ങനെ ആവശ്യം ഉയർന്നു വന്നു. CPM നേതാക്കൾക്കും ആശങ്കകളുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തുടർഭരണം പിണറായി 3.0 എന്ന വലിയ ആത്മവിശ്വാസത്തിൽ പറയുന്ന ആരും പറയുന്നില്ല. എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു ഫീൽ മൊത്തത്തിൽ CPMലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ആശങ്കകളുണ്ട്. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേര് CPMന് മുന്നിലില്ല. അദ്ദേഹവും ആ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. ഇന്നലെയും അദ്ദേഹം പറഞ്ഞത് പാർട്ടി തീരുമാനിക്കുമെന്നുള്ളത് മാത്രമാണ്. അതുതന്നെയാണ് CPMൻ്റെ സംഘടനാ രീതി. പിണറായി വിജയനെ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല, താൻ മത്സരിക്കുമെന്നോ അല്ലെങ്കിൽ നയിക്കാൻ പോകുന്നുവെന്നോ ഒക്കെ. പക്ഷേ CPMലെ ചർച്ചകൾ ആ രീതിയിൽ തന്നെയാണ്. മറ്റ് ഓപ്ഷനുകൾ, മറ്റ് മുഖങ്ങൾ, പേരുകൾ അവർക്ക് മുൻപിലില്ല. അരുണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ മാറ്റി നിർത്തിയാൽ VS അച്യുതാനന്ദൻ എന്ന ഒരു മഹാമേരു കുറേ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിയെ CPMനെയൊക്കെ നയിക്കാനുണ്ടായിരുന്നു. അതൊരു ഐക്കണായിരുന്നു. കഴിഞ്ഞ തവണയാണ് പിണറായി വിജയൻ പൂർണ്ണമായും മുന്നണിയെ ഒറ്റയ്ക്ക് നിന്ന് നയിച്ചു, ഒരു ഐക്കണായി നിന്നത്. ഇത്തവണ ഈ മുന്നണിക്കകത്ത് പിണറായിയോട്, അദ്ദേഹത്തിൻ്റെ ശൈലിയോട്, ആ നേതൃത്വത്തിൽ വിശ്വസനീയത കുറയുന്ന ഒരു ഘട്ടത്തിൽ നിർബന്ധിതമായി പിണറായി ഏറ്റെടുത്ത് മുന്നോട്ട് പ്രചരണത്തിൽ കൊണ്ടുപോകേണ്ടി വരും എന്നൊരു അസാധാരണ സാഹചര്യം കൂടി ഉണ്ടോ? അതിനു മുമ്പ് പിണറായിയെ ഒന്നുകൂടെ കരുത്തനാക്കാനുള്ള കരുനീക്കങ്ങളും അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ടോ? അരുണിലേക്ക് വരാം. എന്തായാലും ഈ തദ്ദേശ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ്
മാറി ചിന്തിപ്പിക്കുമോ എന്ന ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നത്. പക്ഷേ മാറി ചിന്തിക്കില്ല എന്ന കാര്യം വളരെ വ്യക്തമാക്കുകയാണ് CPM. അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിണറായി വിജയൻ തന്നെ തുടരും എന്നതിൽ വളരെ കൃത്യമായി തന്നെ CPM വ്യക്തത വരുത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ നയിക്കും, അതിൽ ഒരു തർക്കവുമില്ല. ധർമ്മടത്തു നിന്ന് തന്നെ ജനവിധി ഉണ്ടാകും. പക്ഷേ മുന്നണിയിൽ പിണറായി വിജയന് പഴയ അതേ രീതിയിലുള്ള ഒരു പ്രഭാവം അതേ രീതിയിലുണ്ടോ എന്ന സംശയം കൂടിയുണ്ട്. ഇതിനിടയിൽ മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നത് മന്ത്രിമാർക്കെതിരെയുള്ള വിമർശനം കൂടിയാണ്. മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിനും മുന്നണിക്കും പ്രതിരോധം തീർക്കണമെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനമുയരുന്നു. മന്ത്രിമാരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കുറവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വരുന്നത്. മന്ത്രിമാർ വകുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നുവെന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളും തുടർച്ചയായിട്ടുണ്ടാകും എന്ന കാര്യം കൂടി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നണികൾക്ക്, ഇടതുമുന്നണിക്ക് എപ്പോഴും തെരഞ്ഞെടുപ്പ് നയിക്കാൻ ഒരു ഐക്കൺ ഉണ്ടാവാറുണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനപ്പുറമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും VS എന്നൊരു മഹാമേരു ഒരു സൈഡിലുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയാണ് പിണറായി വിജയൻ പൂർണ്ണമായും മുന്നണിയെ തെരഞ്ഞെടുപ്പിന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പ്. ഇത്തവണ പിണറായി വിജയൻ എന്ന നേതാവിന് പഴയ പ്രഭാവമില്ലാത്തപ്പോൾ അദ്ദേഹത്തെ മാത്രം മുൻനിർത്തി നയിക്കേണ്ടി വരുന്നു എന്നൊരു സാധാരണ സാഹചര്യം മുന്നണിയിലുണ്ടോ? അതോ അതിനു മുമ്പായി അദ്ദേഹത്തിൻ്റെ നില മെച്ചപ്പെടുത്തുക എന്നതാണോ ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങൾ തുടർച്ചയായി നടത്തുക? അങ്ങനെയുള്ള ആലോചനകളുടെ അടിസ്ഥാനവും അങ്ങനെ ഉണ്ടാവുന്നതിന് കാരണവും അതാണോ അരുൺ? സഹിത CPM രാഷ്ട്രീയ പ്രതിരോധത്തിലാകുമ്പോൾ, അല്ലെങ്കിൽ ഇടതുമുന്നണി രാഷ്ട്രീയ പ്രതിരോധത്തിലാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് വന്ന് അതിനെ മറികടക്കാനുള്ള ശക്തമായ വാദമുഖങ്ങൾ, അത് ആളുകൾക്ക് ദഹിക്കുന്ന തരത്തിലുള്ള വാക്കുകളിലൂടെ, ആശയങ്ങളിലൂടെ കാര്യങ്ങൾ മറുപടി പറയാൻ ഉണ്ടായിരുന്ന നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. VS അച്യുതാനന്ദൻ്റെ കാലമൊക്കെ മാറ്റിവെച്ചാൽ അതിനുശേഷം എടുത്താൽ പോലും കോടിയേരി ബാലകൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരോധങ്ങൾ, എതിരാളികൾക്കുള്ള മറുപടികളൊക്കെ വളരെ വ്യക്തവും കൃത്യവുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശേഷം വന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് അതിന് കഴിയാതെ പോകുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. നേതാക്കളാരും അത് പരസ്യമായി പറയുന്നതിൽ പോലും നേതാക്കൾ വളരെ ശക്തമായി തന്നെ അത്തരം ഒരു വികാരമുള്ളവരാണ്. MV ഗോവിന്ദൻ പറയുന്നത് പലപ്പോഴും ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നതെന്ന് മാത്രമല്ല, തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഉണ്ടായത്. അങ്ങനെ പലപ്പോഴും MV ഗോവിന്ദന് കോടിയേരി നിർവഹിക്കുന്ന റോൾ നിർവഹിക്കാൻ കഴിയുന്നില്ല. കോടിയേരി ബാലകൃഷ്ണന് പകരം മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. പിന്നീട് രാഷ്ട്രീയമായി കൃത്യമായി മറുപടി നൽകാൻ കെൽപ്പുള്ള നേതാവ് പിണറായി വിജയനാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ വളരെ ചുരുക്കമാണ്. അല്ലാതെ വാർത്താ സമ്മേളനങ്ങളല്ലാതെ മാധ്യമങ്ങളെ കണ്ട് പ്രതികരണം നടത്തുന്ന ശീലം അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വിവാദമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നു. UDF-ലാകട്ടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ച് ശക്തമായി തന്നെ രംഗത്ത് വരികയും അവർ സർക്കാരിൻ്റെ നിരന്തര ആക്രമണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവിടെ മന്ത്രിമാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം EP ജയരാജൻ, AK ബാലൻ, G സുധാകരൻ, തോമസ് ഐസക് തുടങ്ങിയ പ്രബലരുടെ ഒരു നിരയുണ്ടായിരുന്നു. ഇത്തവണ വന്നപ്പോൾ അത്തരം രാഷ്ട്രീയ പരിചയമുള്ള നേതാക്കളുടെ നിര കുറവെന്ന് തന്നെ പറയാം. താരതമ്യേന ജൂനിയേഴ്സായ നേതാക്കളാണ്. P രാജീവായാലും MB രാജേഷ് ആയാലും മുഹമ്മദ് റിയാസ് ആയാലും ഒക്കെ നേരത്തെ അവൾ പറഞ്ഞ പേരുകാർക്കൊപ്പം എത്തുന്നവരല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ, CPM-നെതിരെ, ഇടതുമുന്നണിക്കെതിരെ ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ പ്രതിരോധത്തിൻ്റെ ശേഷി കുറയുന്നു, ശക്തി കുറയുന്നു എന്ന വിമർശനമാണ് CPM സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നത്. നേരത്തെയും ഈ ഇത്തരം വിമർശനമുണ്ടായിരുന്നു. MB രാജേഷൊക്കെ മന്ത്രിയായ ശേഷം കുറച്ചുകൂടി ശക്തമായ കാര്യങ്ങൾ ഇടപെട്ടു തുടങ്ങി. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ അദ്ദേഹം കാര്യമായി കാര്യങ്ങൾ ഇടപെടുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറിയിലേക്കും ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അതിനുശേഷം അദ്ദേഹം ഒന്ന് പിൻവലിഞ്ഞു എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. പിന്നീടുള്ളത് P രാജീവാണ്. P രാജീവ് മാത്രമാണ് വല്ലപ്പോഴുമെങ്കിലും സർക്കാരിനെ, മുഖ്യമന്ത്രിയെയൊക്കെ ന്യായീകരിച്ച് അവരെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. മറ്റൊരാൾ V ശിവൻകുട്ടിയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹമാണ് മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രി ഇത്തരത്തിൽ പൂർണ്ണമായും സർക്കാരിനെ ന്യായീകരിച്ച് എന്ത് വിഷയമുണ്ടായാലും ഇടപെട്ടൊക്കെ വരുന്നത് V ശിവൻകുട്ടിയാണ്. P രാജീവിനേക്കാൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ച് വന്നത് V ശിവൻകുട്ടി തന്നെയാണ്. ബാക്കി മന്ത്രിമാരൊക്കെ പൊതുവിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ പാർട്ടി നിലപാട് പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി CPM-ലെ പതിവ്. അത് മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണമായാലും മുഖ്യമന്ത്രി കുടുംബത്തിനെതിരായ ആക്രമണമായാലും ഒക്കെ അത്തരം വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. പാർട്ടിക്കെതിരെ വരുമ്പോഴും MV ഗോവിന്ദൻ്റെ പ്രതിരോധം പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് അത് തിരിച്ചടിയായി മാറുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് മന്ത്രിമാർ ഇടപെടണമെന്ന ആവശ്യം, മന്ത്രിമാർ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന ആവശ്യം CPM-ന്റെ സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിർദ്ദേശം MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി നൽകിയത്. മന്ത്രിമാർ കൃത്യമായ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയ ആരോപണങ്ങളിൽ പാർട്ടിയെ, മുന്നണിയെ, സർക്കാരിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന ആവശ്യമാണ് MV ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ മുന്നോട്ട് വച്ചത്.
അതിൻ്റെ ഭാഗമായി ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിലെ ഇടവേളകൾ കുറയും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ ക്രിസ്മസ് തലേന്നാണ് അദ്ദേഹം അടുത്തിടെ മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷം ഇന്നലെ പുതുവത്സര ദിനത്തിലും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. ഇനി അത് നമ്മൾ ചോദിച്ചു, നമ്മൾ ഇടയ്ക്കിടെ കാണാം എന്ന് പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. അതായത് ആഴ്ചയിൽ ഒരു വാർത്താ സമ്മേളനം രീതിയിലേക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ വരാനിടയുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ 24 വാർത്താ സമ്മേളനത്തിലാണ് സ്വർണ്ണ കൊള്ള ഒരു ടേണിലേക്ക് മാറ്റാൻ CPM ശ്രമം നടത്തിയത്. അതായത് പ്രതിരോധത്തിലാണ്, പ്രതിസ്ഥാനത്താണ് CPM എങ്കിലും കോൺഗ്രസിൻ്റെ പങ്കം അന്വേഷിക്കണം, സോണിയാഗാന്ധിയുടെ ബന്ധം അന്വേഷിക്കണം. അതായത് സോണിയാഗാന്ധിയെ പോലെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളിൽ കഴിയുന്ന സോണിയാഗാന്ധിക്കടുത്തേക്ക് എങ്ങനെയാണ് ഈ സ്വർണ്ണ കൊള്ളക്കാരനെത്തിയത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി അന്ന് ഉന്നയിച്ചത്. എന്നാൽ അദ്ദേഹം ഒരു പടി കൂടി കടന്നുകൊണ്ട് സോണിയാഗാന്ധിക്കടുത്തേക്ക് സ്വർണം കട്ടവനും സ്വർണം വിറ്റവനും എങ്ങനെ എത്തിയ ചോദ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അതായത് കോൺഗ്രസ് കൂടി മറുപടി പറഞ്ഞേ പോകാവൂ, രാഷ്ട്രീയ ധാർമ്മികത അവർക്കുണ്ട്. അവർക്ക് ഈ സ്വർണ്ണ കൊള്ളക്കാരനും സ്വർണം കട്ടവനും സ്വർണം വിറ്റവനുമൊപ്പം കോൺഗ്രസ് 2 MP മാരുണ്ട്. രണ്ടുപേരും പത്തനംതിട്ടയിലുള്ളവരാണ്. അവർ കൂടി എങ്ങനെ എത്തുന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുകൂടി മറുപടി പറയണം. അത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ, രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കാൻ കെൽപ്പുള്ള നേതാക്കൾ ഇപ്പോൾ ഇടതുമുന്നണിയിൽ കുറവാണ്. നേരത്തെ മുന്നണിയുടെ കാര്യം എടുക്കുമ്പോൾ CPIയിൽ വളരെ ഷാർപ്പായി കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന, വളരെ ഷാർപ്പായി നിലപാട് പ്രഖ്യാപിക്കുന്ന നേതാവായിരുന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കോടിയേരിയുടെ ഒരു വിടവ് നമ്മൾ പറയുമ്പോൾ അതേ അത്രത്തോളം ഇല്ലെങ്കിൽ പോലും കാനം രാജേന്ദ്രനും ആ രീതിയിൽ കാര്യങ്ങളെ കണ്ടുപോയിരുന്ന മറുപടി പറയുന്ന നേതാവാണ്. കാനത്തിൻ്റെ വിടവും വലിയ ശക്തമായി തന്നെ ഉണ്ട് എന്ന അഭിപ്രായമുണ്ട്. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി, പക്ഷേ കാനം പറയുന്ന അത്ര ഷാർപ്നെസ്സോടുകൂടി, അത്ര വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നുണ്ടോ എന്ന ചോദ്യവും പാർട്ടിക്കുള്ളിൽ പോലും ശക്തമാണ്. അവിടെയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടുതൽ സജീവമായി ഇപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പാർട്ടിയും മുന്നണിയും പ്രതിരോധത്തിലാകുമ്പോൾ മുന്നിട്ടിറങ്ങാൻ CPM നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ ഒരു വിടവ് നികത്തുക കൂടിയാണ് ലക്ഷ്യം. കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എതിരാളികൾ വളരെ വേഗം കാര്യങ്ങൾ സർക്കാരിനെതിരെ, മുന്നണിക്കെതിരെ പ്രചരിപ്പിക്കുമ്പോൾ അതിനപ്പോൾ മറുപടി പറഞ്ഞ്, തക്കതായ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകാം എന്ന ആവശ്യമാണ് CPM സംസ്ഥാന സമിതി ഉയർന്നു വന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു നിർദ്ദേശമാണ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന നേതാക്കൾക്കും മന്ത്രിമാർക്കും നൽകിയത്. അരുണ്, മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഒരു ഘട്ടത്തിൽ മന്ത്രിമാർ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ താരതമ്യേന സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിലും ജൂനിയറായ ഈ റിയാസ് എന്തിന് ഇത് പറഞ്ഞു എന്നൊരു ചോദ്യമൊക്കെ അന്നുണ്ടായതാണ്. ഇപ്പോൾ ഒരു പൊതു നിലപാടായി ഇത് വരുന്നത് പൊതുവിൽ മന്ത്രിമാർ അഭിപ്രായം പറയുമ്പോൾ, പാർട്ടി നേതാക്കൾ അഭിപ്രായം പറയുന്നതിനേക്കാൾ മന്ത്രിമാർ അഭിപ്രായം പറഞ്ഞാൽ അവർ മന്ത്രിയാണ്, അവർക്ക് പൊതു സമൂഹത്തിലുണ്ടാകുന്ന ഒരു സ്വീകാര്യത, ഇത് മുൻനിർത്തിയാണോ അവർ അഭിപ്രായം പറയണം നിർബന്ധമായി എന്ന നിലപാടിലേക്ക് CPM എത്തുന്നതിൻ്റെ കാരണം കൂടി? തീർച്ചയായിട്ടും മന്ത്രിമാർ അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളിൽ മൗനം പാലിക്കേണ്ടവരല്ല. അവരെല്ലാം ഒന്നുകിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെയാണ്, അല്ലെങ്കിൽ ചുരുങ്ങിയത് സംസ്ഥാന സമിതി അംഗങ്ങളാണ് ഏറെ കൂറും. വീണ ജോർജ് വരെ ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നേതാക്കളായവർ തന്നെയാണ്, പ്രധാന നേതാക്കൾ തന്നെയാണ് മന്ത്രി പദവിയിലുമുള്ളത്. അവർ മറുപടി എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അവരുടെ ഉത്തരവാദിത്തം ഭരണകാര്യങ്ങൾ നോക്കുക മാത്രമല്ല, മറിച്ച് പാർട്ടി ഇങ്ങനെ പ്രതിരോധത്തിലാകുമ്പോൾ, പാർട്ടിക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കുക കൂടി അവരുടെ ചുമതലയെന്ന നിർദ്ദേശമാണ് CPM നൽകുന്നത്. അതിന് അനിവാര്യമാണ്. കാരണം CPM കാണുന്നത് കോൺഗ്രസ് ഒരു പക്ഷത്തും BJP മറുപക്ഷത്തും നേരത്തെ 2 മുന്നണികൾ മാത്രമാണ് ഉണ്ടായതെങ്കിൽ 3 മുന്നണി എന്ന സംവിധാനത്തിലേക്ക് കേരളം ഏറെക്കുറെ മാറിക്കഴിഞ്ഞു. 2 പക്ഷത്തും തീർച്ചയായും ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ സംസ്ഥാന സെക്രട്ടറിമാരുടെ മാത്രം ഒരു ഇടപെടൽ മതിയാകില്ല. പാർട്ടിയുടെ മറ്റ് ഘടകകക്ഷികളെ നോക്കിയാൽ ജോസ് കെ മാണിയാണ് മറ്റു പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം വളരെ അപൂർവമായി മാത്രം ചില പ്രത്യേക വിഷയങ്ങൾ മാത്രം പ്രതികരിക്കുന്നൊരു നേതാവാണ്. മറ്റ് ഘടകകക്ഷികളൊന്നും ആ ഒരു സംസ്ഥാന നേതാക്കളുടെ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് ഒരു അജണ്ട സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ വിഷയങ്ങളിൽ പ്രതികരിക്കാനോ ശേഷിയുള്ള ഘടകകക്ഷി നേതാക്കളും CPMനില്ല. അവിടെയാണ് ആ വിടവ് നികത്താൻ മുഖ്യമന്ത്രി തുടർച്ചയായി മാധ്യമങ്ങളെ കാണും. അതിലൊപ്പം മന്ത്രിമാർ കൂടി ഇറങ്ങണം. മന്ത്രിമാർ വളരെ പരിചയസമ്പന്നരായ നേതാക്കൾ തന്നെ ഉണ്ട്. കഴിഞ്ഞ സർക്കാരിനെ അപേക്ഷിച്ച് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും P രാജീവായാലും KN ബാലഗോപാലായാലും മുഹമ്മദ് റിയാസ് ആയാലും MP രാജേഷും V ശിവൻകുട്ടിയും ഒക്കെ വലിയ പ്രവൃത്തി പരിചയമുള്ള നേതാക്കൾ, പല തലങ്ങളിൽ സംഘടനയിലും പാർലമെന്റ് രംഗത്തുമൊക്കെ വലിയ പരിചയമുള്ള നേതാക്കൾ തന്നെയാണ്. അവർ കൂടി രാഷ്ട്രീയം പറഞ്ഞിറങ്ങണമെന്ന് CPM പറയുന്നത് ഈ തങ്ങളുടെ പ്രതിരോധ ശേഷി, ആക്രമണ ശേഷി കൂട്ടാൻ വേണ്ടി തന്നെയാണ്.
യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുണ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ ഒരുങ്ങുന്നു, ആലോചനകൾ തിരക്കിട്ട് നടക്കുന്നു. അപ്പോൾ സമാനമായി ചുരുങ്ങിയ സമയപരിമിതിക്കുള്ളിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കൂടുതലായ മാധ്യമങ്ങളെ കാണുന്നു, അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനപ്പുറം മറ്റെന്തെങ്കിലും മുഖം മുനിക്കൽ നടപടികൾ മുന്നണി തലത്തിൽ ആലോചനകളിൽ ഉണ്ടോ ഈ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ? CPM ഗൃഹസന്ദർശനമുണ്ട് 2 ആഴ്ച. CPIയുടേത് അതേപോലെ നടക്കാനിരിക്കുന്നു. 3 മേഖലാ ജാഥകൾ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന 3 മേഖലാ ജാഥകൾ വരുന്നുണ്ട്. ഭവന സന്ദർശനങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ 12-ാം തീയതി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമരങ്ങൾ, രക്തസാക്ഷിമണ്ഡലത്തിൽ സത്യാഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ പ്രചരണ പരിപാടികളും പ്രക്ഷോഭ പരിപാടികളുമായി ഇടതുമുന്നണിയും രംഗത്തിറങ്ങുകയാണ്. വൈകാതെ ഇടതുമുന്നണി നേതൃയോഗം ചേരും. ഈ ഇടതുമുന്നണി നേതാക്കൾ നയിക്കുന്ന 3 പാർട്ടിയുടെ അധ്യക്ഷന്മാർ നയിക്കുന്ന യാത്രയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. പിണറായി വിജയൻ തന്നെയാണ് നയിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ മുഖമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ മുഖത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, കുറച്ച് മാറ്റേണ്ട ശീലങ്ങളുണ്ട്, ശൈലികളുണ്ടെന്ന വിമർശനം ഉയരുമ്പോഴും മറ്റു വഴികൾ CPI മുന്നില്ല. മുഖ്യമന്ത്രി കുറച്ചുകൂടി ജനകീയതയിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കുറച്ചുകൂടി ഇടപെടൽ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നയിക്കുമ്പോൾ ബാക്കി എല്ലാ സംവിധാനങ്ങളും ഒറ്റക്കെട്ടായി പുറകിൽ നിന്നാൽ ഇപ്പോഴുള്ള തിരിച്ചടി മറികടന്ന് കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് എത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് CPM വിശ്വസിക്കുന്നത്. പ്രതികൂല ഘടകങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് വരാനുള്ള ബാക്കി തന്ത്രപരമായ ഒരുക്കങ്ങളും സംഘടനാപരമായ ഒരുക്കങ്ങളുമാകും ഇനിയുള്ള ആഴ്ചകളിൽ CPM-ഉം CPI-യും മറ്റ് ഘടകകക്ഷികളും നടത്താൻ പോകുന്നത്.